വിക്കിത്തൊക്കെ ബ്രോ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. ആവശ്യമില്ലാതെ ലാലേട്ടൻ്റെ പടം എടുത്ത് നിങ്ങൾ ഊക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ ചാനലും കൂടെ പൂട്ടിപ്പോവും. അത് ആര് പറയണമെന്ന് ആദ്യം മനസ്സിലായല്ലതാ? കണ്ടല്ലേ, കരിനാക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ അശ്വന്ത് നോക്കിയിട്ട് ഞാൻ പറയാണ്, ശാപമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല മച്ചാനെ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോ തന്നെയാണ്. ഡിഗ്രേഡ് ഓളികളെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പാർട്ടിയും ഒരുമാതിരി കാണിക്കുന്നില്ല. അത് സിനിമയല്ലേ, സിനിമയായി കണ്ടാൽ മതി. കിടിലൻ സിനിമ, മലയാള സിനിമ ചരിത്ര സംഭവമായി മാറും. എമ്പുരാൻ ലാലേട്ടൻ, മലയാള സിനിമ വെച്ചാൽ ലാലേട്ടനല്ലേ. കുറ്റം പറയുന്ന ആൾ എല്ലാത്തിനും കുറ്റം പറയുള്ളൂ. നമ്മൾ 5 പേരുള്ള ഒരേപോലെ അല്ലല്ലോ, അതൊന്നിൽ എല്ലാം വ്യത്യസ്തമല്ലേ. അതുപോലെ തന്നെ മലയാള സിനിമയുടെ അഭിപ്രായങ്ങൾ ഒരു പാർട്ടിയും ഒരുമാതിരി കാണിക്കുന്നില്ല. അത് സിനിമയല്ലേ, സിനിമയായി കണ്ടാൽ മതി. നെഗറ്റീവ്, എല്ലാ കാര്യത്തിനും നെഗറ്റീവ് ഉണ്ട്. എല്ലാ ചരിത്രപരമായിട്ട് എല്ലാ കാര്യത്തിനും നെഗറ്റീവ്. ഒരു കാര്യവും നല്ലതെല്ലാം പൂർണ്ണമായി ആരും പറയില്ല. ലാലേട്ടൻ മലയാള സിനിമയുടെ, ലാലേട്ടൻ്റെ സിനിമയെന്ന് പറയുന്നത് അതെന്ത് പറഞ്ഞാൽ ശരി. എൻപുരാൻ സിനിമ ഞാൻ ഓവറായിട്ട് ആർക്കും റിവ്യൂ അങ്ങനെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത കാര്യം വേറൊന്നുമില്ല, ഈ റിവ്യൂകളെല്ലാം കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞാനിരുന്നത്. സിനിമ കണ്ടതാണ് എൻപുരാൻ. നിങ്ങളെല്ലാവരും ലൂസിഫർ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറി എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എൻപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇറങ്ങിയപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഹൈപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ശരി തന്നെയാണ്. ആ ഒരു ഇത് ലാലേട്ടന് 5 മിനിറ്റ് ഉള്ളു. ഒരാൾ പറഞ്ഞു മറ്റേ ജവാൻ അടിച്ചിരിക്കുന്ന ചേട്ടനാണെന്ന് തോന്നുന്നത്, ജവാൻ അടിച്ചുകൊണ്ടുവന്ന ആ ചേട്ടനാണെന്ന് തോന്നുന്നത്. അത് ലാലേട്ടന് 5 ഡയലോഗുള്ള 5 ഡയലോഗാണ് ഒരു നടന് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് തുടക്കം മുതൽ അവസാനം വരെ അഭിനയിക്കാൻ പറ്റുമോ? ഒരു സിനിമ ഒരാളെ കൊണ്ട് മാത്രം ഓടാൻ പറ്റുമോ? ഇത് ഇയാളെ മനസ്സിലാക്കാത്തത്. അയാൾ പറഞ്ഞത് 800 ആണോ അതോ അംബാസഡർ കാറാണോ തേങ്ങയിൽ അരി? അല്ല, എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഒരു കാര്യം അയാൾ ആദ്യം മനസ്സിലാക്കുക. ഈ നെഗറ്റീവ് പറഞ്ഞവന്മാരെല്ലാം മനസ്സിലാക്കുക. ഇത്രയും ഹൈപ്പ് കയറിയ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരു പടം ഇറങ്ങിയിട്ട്, മലയാളത്തിലെ ഒരു പടം ഇറങ്ങിയിട്ട് നിനക്കൊക്കെ ഈ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കണം എന്നുള്ളതല്ല, നീയൊക്കെ എന്തിനാണ് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണത്? ഇപ്പോഴും ഹൗസ്ഫുൾ ഷോകളാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോ തന്നെയാണ്. എങ്ങനെ പോയി കഴിഞ്ഞാലും നല്ല ഒരു 400 കോടിയൊക്കെ എങ്ങനെ പോയാലും 400, 500 അല്ലെങ്കിൽ ഒരു 350 കോടിയെങ്കിലും ആ പടം പോകും. അപ്പോൾ ഈ പറഞ്ഞവന്മാരായി ശശിയായി. അല്ല പിന്നെന്താ പറയുക? ഇപ്പം നെഗറ്റീവ് പറഞ്ഞ് ലാലേട്ടൻ്റെ പടത്തിന് ഇപ്പം നെഗറ്റീവ് പറഞ്ഞ്, മമ്മൂക്കയുടെ പടം പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇത് ചെയ്യണമെന്നാണ് എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് ലൂസിഫറിൻ്റെ ബാക്കി ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റോറി മനസ്സിലായി. അത് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അത് അവസാനം മഞ്ജു വാര്യരിൽ കൊണ്ട് പടം എത്തിച്ചിട്ടുണ്ട്. കാര്യം ഇനി അടുത്തതിൻ്റെ 3യിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഖുറേഷി അബ്രഹാമിൻ്റെ ബാക്കിയുള്ള ഫൈറ്റും കാര്യങ്ങളും കംപ്ലീറ്റാണ് ഈ 3യിലാണ് ഉള്ളത്. കാര്യം നമുക്ക് പടം ഇതിൽ കണ്ടപ്പോഴത്തേക്ക് ലൂസിഫർ കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കഥ എന്താണെന്ന്. അതുവരെ നിർത്തിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് തെലുങ്ക് പടത്തിൻ്റെ തമിഴ് പടത്തിൻ്റെ കണക്ക് ചുമ്മാ പൊട്ടിത്തെറിയും മാലപ്പടക്കം മറ്റേ മറ്റേ ട്രെയിൻ പിടിച്ച് നിർത്തുന്നതും ട്രെയിനിൻ്റെ പുറത്ത് പോകണതും ഒക്കെയാണ് നിങ്ങൾ മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഫൈറ്റുണ്ട് ലാലേട്ടൻ്റെ, അത് 3യിലുണ്ട്. അതിൽ തന്നെ അയാൾ ഒരൊറ്റ ഫൈറ്റ് അതിലുണ്ട്. 2 ഫൈറ്റിൽ ഒറ്റ ഫൈറ്റ് തന്നെ അയാൾ തിയേറ്റർ കിടുക്കി വെച്ചിട്ടുണ്ട്, തിമിർത്ത് ആടിയിട്ടുണ്ട്. അല്ലാതെ നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യമില്ല. ആദ്യം മനസ്സിലാക്കിയിട്ട് ആദ്യം പറയണം. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബജരംഗ് അതിലെ BJP ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അവരൊക്കെ ഇപ്പം ഞാൻ റിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മലയാളികൾ തോറ്റു പോവുകയാണ്. മലയാള സിനിമയും തെലുങ്ക് സിനിമയും ഇവരെ മുന്നിൽ മലയാളികൾ തോറ്റു പോവുകയാണ്. അപ്പോൾ മലയാളത്തിലെ മഹാനടൻ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അഹങ്കാരമാണ്. അവരെ പടം വിജയിച്ച് അഹങ്കാരമാണ്. മറ്റ് ചിത്രങ്ങളിൽ മലയാള ചിത്രങ്ങൾ വളർന്നു വരട്ടെ. നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. കഥയിൽ ചോദ്യമില്ല. നിനക്ക് പെറും പൊട്ടനാടാ. നിനക്കതൊന്നും മനസ്സിലായില്ലേടാ. മനസ്സിലാക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ലാലേട്ടൻ്റെ കട്ട ആരാധകനാണ്. ഞാൻ ആദ്യം തൊട്ടേ എനിക്ക് 60 വെച്ച കാലം മുതലേ ഞാൻ പടം കണ്ട് തുടങ്ങിയതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ ഓരോരുത്തരും പറയുന്നത്. ഇപ്പോൾ അവന്മാർക്ക് ഉണ്ടായി. കാര്യം മോഹൻലാൽ ഫാൻസ് ആയിരുന്നാലും അവർക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ചുമ്മാ കിടന്ന് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ കുറേ നെഗറ്റീവ് പരിപാടികൾ. അത് പൃഥ്വിരാജ് വന്ന് കൊണ്ടുപോയി, ഈ പൃഥ്വിരാജ് കൊണ്ടുപോയി എന്ന് പറയാനേ, പൃഥ്വിരാജ് വന്നപ്പോൾ ആര് കൈയടിച്ച്? പൃഥ്വിരാജിന് ഒരു ബലം വേണമെങ്കിൽ ലാലേട്ടൻ വേണം. ലാലേട്ടനിലേക്ക് ഒന്നും നടക്കാം. ഒരു രാജാവ്, അതാണ് നമ്മുടെ ലാലേട്ടൻ, അതായത് താരരാജാവ്. ചുമ്മാ എന്തിനാണ് ഈ നെഗറ്റീവുകളെടുത്ത് പറയാനുള്ളത്? ഇത് മാത്രമേ ഉള്ളൂ. ചുമ്മാ എമ്പുരാന് കുറേ കുറ്റവും പറഞ്ഞ് പടം കയറി കൊളുത്തിക്കൊണ്ടിരിക്കുക തന്നെ.
ചുമ്മാ കളക്ഷൻ വാരിക്കൊണ്ടിരിക്കുകയാണ് പടങ്ങൾ. ഈ പറഞ്ഞുകൊണ്ടിരിക്കണവന്മാർ എനിക്കും ചാനലുണ്ട്, എല്ലാവർക്കും ചാനലുണ്ട്. എനിക്ക് വേണമെങ്കിൽ മോഹൻലാലിൻ്റെ പടം കൊള്ളൂല, മോഹൻലാൽ ഇങ്ങനെയാണ്, പൃഥ്വിരാജ് ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് അങ്ങനെയല്ല പറയണത്. ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം വരുമ്പോഴത്തേക്കും നമ്മളെ മലയാള സിനിമേനെ നമ്മളെ മലയാളികളെ വളർത്തിയെടുക്കാനുള്ള അതാ നീയൊക്കെ കുറേ തെലുങ്കന്മാരെ പടവും കുറേ തമിഴന്മാരെ പടവും വരുമ്പോഴത്തേക്ക് കയറി അതിനകത്ത് കയറി ഇരുന്നിട്ട് ഓ അണ്ണ സൂപ്പർ. എടാ, നമ്മളെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയണതേ നമ്മുടെ മെഗാസ്റ്റാറും നമ്മുടെ സൂപ്പർ സ്റ്റാറുമാണ്. ആദ്യം നമ്മൾ അവരെ പണം കണ്ടിട്ടാണ് മറ്റവനെ ഹൈപ്പ് കയറ്റാൻ പറഞ്ഞ മനസ്സിലായി. അല്ല ചുമ്മാ എന്തിനാണ് ഡീഗ്രേഡ് ഉണ്ടാക്കുന്നത്, ഡീഗ്രേഡ് ഓളികളെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാതെ കുറേ തേങ്ങ. അതായത് അടുത്ത മമ്മൂക്കയുടെ പടം ഇറങ്ങാൻ വേണം ബസ്സൊക്കെ, അതിലും കുറേ നെഗറ്റീവ് ഓളികൾ ഒഞ്ഞു വാ പറയാനായിട്ട്. അയാളെ പറയാനുണ്ടോ? നിൻ്റെ ആക്കാണ്ടല്ലേ ഇതിൻ്റെ തുമ്പ് ഞാൻ വെട്ടിയെടുക്കും വല്ല മോഹിക്കോ വല്ല പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ. ആദ്യം ഒരു കാര്യം നമ്മളെ മമ്മൂക്ക സിനിമ കണ്ടിട്ടുണ്ട്, അയാൾക്ക് പിടിച്ചിട്ടുണ്ട് പടം എങ്ങനെയാണെന്ന്. കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ന് വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ലേഡീസാണ് എന്നെ കണ്ടവർ പറയണം പടം എങ്ങനെയുണ്ട്. അതിനോട് ചോദിച്ചു, ഞാൻ പടം കണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ട കണ്ടിട്ട് വന്നുള്ളൂ, സൂപ്പർ പടം എന്നാണ് പറഞ്ഞത്. ചുമ്മാ എന്തിനാണ് ഡീഗ്രേഡ് ഉണ്ടാക്കണത്? എനിക്ക് വേണമെങ്കിലും 10 ചാനലിൽ പോയി ആണെങ്കിലും ഇപ്പം ഇഷ്ടം പോലെ ഇൻ്റർവ്യൂ ആണെങ്കിലും എനിക്ക് എടുത്ത് പോയി പടം കൊള്ളൂലെന്ന് പറഞ്ഞ് എനിക്ക് കയറിയിരിക്കുക. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പടം നല്ല മൂവിയാണ്. എപ്പോഴും മടിയും വെപ്പളം ഉണ്ടാണെങ്കിൽ പിന്നെ പോയി ബാലയ്യയുടെ പടം കണ്ടാൽ പോരത്തില്ലെങ്കിൽ ചുമ്മാ ഉണ്ടാകാൻ വേണ്ടി നടക്കുന്നത്. പിന്നെ എൻപുരം സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അശ്വന്ത് കോക്ക് മലയക്കോട്ട ബാലിബനൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ കഴുത്തിലെ കൂടെയൊക്കെ എന്തര തേങ്ങയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഉണ്ടാക്കുമായിരുന്നു. അശ്വന്ത് കോക്ക് അതിൻ്റെ അടുത്തുള്ള കാര്യം പറയാണ്, നീ പടത്തിൻ്റെ ശരിക്കുള്ള റിവ്യൂ പറയുന്നതാണ് നിൻ്റെ വിചാരം. അല്ല ഞാനൊരു കാര്യം ചോദിക്കണം, നീ മലയാളത്തിലെ മഹാനടനെ നീ ആവശ്യമില്ലാത്ത പറയാൻ നീ ആരടാ? നീ ആര്? നിനക്കിത് പറഞ്ഞത് നിനക്ക് എന്ത് കിട്ടി? നിനക്കൊന്നും കിട്ടിയൊന്നുമില്ലല്ലോ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ മലയാളത്തിലെ മഹാനടനാണ് എന്നും പറഞ്ഞാൽ നിനക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് ആര് പറഞ്ഞാൽ? നിനക്ക് പടം ഇഷ്ടപ്പെട്ട് നീ ചുമ്മാ ഇരുന്നതെന്ന് ആർക്കാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയേണ്ട കാര്യം തോന്നുന്നു അതിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ അതിൻ്റെ വിക്കിത്തൊക്കെ ബ്രോ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. ആവശ്യമില്ലാതെ ലാലേട്ടൻ്റെ പടം എടുത്ത് നിങ്ങൾ ഊക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളെ ചാനലും കൂടെ പൂട്ടിപ്പോവും. അത് ആര് പറയണമെന്ന് ആദ്യം മനസ്സിലായല്ലതാ? കണ്ടല്ലേ, കരിനാക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ അശ്വന്ത് കോക്കിനോട് ഞാൻ പറയാണ്, ശാപമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല മച്ചാനെ. എനിക്ക് നിങ്ങൾ ആരെയും കുറ്റം പറയണമെന്ന് ആഗ്രഹമില്ല. നിൻ്റെയൊക്കെ ചാനലിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീയൊക്കെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വാക്കും കേട്ട് നിന്ന് ആവശ്യമില്ലാത്ത റിവ്യൂ ചുമ്മാ ആവശ്യമില്ലാത്ത നെഗറ്റീവ് പറയല്ലേ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ 2 ചാനലിൽ റീച്ച് കുറയും. ഇത് ഞാനാണ് പറയണത്, വേണമെങ്കിൽ എഴുതി വെച്ചു.